عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين والعاقبة للمتقين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനാദരഞ്ഞ ഇന്നത്തെ ഈ സ്വലാത്ത് മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ പണ്ഡിത സുഹൃത്തുക്കൾ, കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന യുവാക്കൾ, യുവതികൾ, ഉമ്മപെങ്ങന്മാർ, സഹോദരിമാർ, വിദ്യ നുകരുന്ന വിദ്യാർത്ഥികൾ, പിഞ്ചോമന മക്കൾ, അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് ആയുസ്സിൽ നിന്ന് അള്ളാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകിയതായ ദിവസങ്ങളെയും സമയങ്ങളെയും നമ്മുടെ എല്ലാ മേഖലകളിലും വിനിയോഗിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സുദീർഘമായ ഭാഷണത്തിന് മതിയുന്നില്ല. എന്നിരുന്നാലും നമുക്കറിയാം, മാസം തോറും നമ്മൾ നടത്തി വരാറുള്ള ഒരു സ്വലാത്ത് മജ്‌ലിസ്, പെരുന്നാൾ കഴിഞ്ഞ് റമദാൻ കഴിഞ്ഞ് പുതിയ അധ്യയന വർഷം ആരംഭിച്ച് മക്കളൊക്കെ ഈ മദ്രസയിലേക്ക് വന്നു തുടങ്ങി. പള്ളിയിൽ സാധാരണ പോലെ റമദാൻ കഴിഞ്ഞ് വീണ്ടും ജമാഅത്തും ജുമുഅയും മറ്റുള്ള സൽക്കർമ്മങ്ങളും ഖുർആൻ പാരായണം തുടങ്ങി നിരവധി സൽക്കർമ്മങ്ങൾ മുന്നോട്ട് ഓരോ വർഷവും നടത്തി വരാറുള്ള എല്ലാ കർമ്മങ്ങളും വളരെ ഭംഗിയായി നടക്കുമ്പോൾ ഈ ഒരു വർഷത്തെ അതല്ലെങ്കിൽ ഈ റമദാനിന് ശേഷം നമ്മൾ ഒത്തൊരുമിച്ച് കൂടുന്ന ആദ്യത്തെ സ്വലാത്ത് മജ്‌ലിസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും എല്ലാവിധ മാനസിക, ശാരീരിക, സാമ്പത്തികമായ എല്ലാ പ്രയാസവും അല്ലാഹു അകറ്റി തരട്ടെ. എല്ലാ ഖൈറാത്തുകളും നമുക്ക് ആവശ്യമായ നമ്മുടെ മോഹങ്ങൾ, അഭിലാഷങ്ങൾ, ചിന്തകൾ എല്ലാം ഖൈറിന്റെ വഴിയിലൂടെ ആകുവാനും അതെല്ലാം ഹാസിലാകുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനു വേണ്ടി ചെലവഴിച്ച നമ്മുടെ സമയം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സൗകര്യങ്ങൾ, അതിനൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഈ മജ്‌ലിസിലേക്ക് ചീരടി മറ്റും കൊണ്ടുവന്ന ആളുകൾ, അതുപോലെ പല രീതിയിൽ പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ആളുകൾ, ഇൻഷാ അല്ലാഹ് അതൊക്കെ വേണ്ടി അവസാനം ദുആ ചെയ്യും. അല്ലാഹു അതൊക്കെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീൻ, നമുക്കറിയാം, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള കർമ്മങ്ങളെ പോലെയല്ല. നമുക്കറിയാം, ഒരാൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന പ്രവർത്തനവും ആത്മാർത്ഥതയില്ലാതെ ചെയ്യുന്ന പ്രവർത്തനവും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളും അതല്ലെങ്കിലോ എല്ലാവരും ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ള ചിന്തയോട് ചെയ്യുന്ന പ്രവർത്തനം, ഇതിനൊക്കെയും അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ ഓരോന്നിന്റെയും വിഹിതം, പ്രതിഫലം കിട്ടുന്ന വിഹിതത്തിന്റെ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തരമായ ദിക്ർ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. പക്ഷേ ഒരാൾ അത്രയും മഹത്തരമായ ഒരു ദിക്റിനെ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് അവൻ ചെയ്തതെങ്കിൽ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ അത് ചെയ്തതെങ്കിൽ, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ, അവർക്ക് ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയതിന്റെ പേരിൽ അവൻ കുറ്റക്കാരനാവും. കാരണം അവന്റെ നിയ്യത്ത് മോശമായി എന്നുള്ളതാണ്. വല്ലാതെ മഹത്വമുള്ള ദിക്റാണ്. അല്ലാഹുവിനെ സ്മരിക്കുക, അല്ലാഹുവിനെ ഓർക്കുക. അല്ലാഹുവല്ലാതെ ഈ ലോകത്ത് മറ്റൊരു ഇലാഹുവില്ലെന്ന ദൃഢവിശ്വാസത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയതെങ്കിൽ മാത്രമേ അതിന് പ്രതിഫലം കിട്ടുകയുള്ളൂ. കൂട്ടത്തോടെ കൂടി എല്ലാവരും ചെല്ലുമ്പോൾ ഞാനും ചൊല്ലി എന്നതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൂലി കിട്ടൂല. നിയ്യത്ത് നന്നായാൽ മറ്റു അവിടെ ഞങ്ങളുടെ തുടങ്ങി എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ, ദിക്റുകളുണ്ടോ, അദ്കാർ, ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത്, സദഖകളൊക്കെയും നിയ്യത്ത് അനുസരിച്ച് കൊണ്ടാണ് അല്ലാഹു പ്രതിഫലം നൽകുക. നിയ്യത്ത് മോശമായാൽ ആ ചെയ്യുന്ന പ്രവർത്തനം അത് നിഷ്ഫലമായി പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സ്വലാത്ത് അങ്ങനെയല്ല. സ്വലാത്ത് എന്തിനും വരുന്നതാണ്. വിഷമമുണ്ടോ അതിന് വരുന്നതാണ്, സങ്കടമുണ്ടോ അതിന് വരുന്നതാണ്, വേദനയുണ്ടോ അതിന് വരുന്നതാണ്, പ്രയാസമുണ്ടോ അതിന് വരുന്നതാണ്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ശാരീരികമായ പ്രയാസങ്ങളാവട്ടെ, സാമ്പത്തിക പ്രയാസങ്ങളാവട്ടെ, മാനസികമായ ബുദ്ധിമുട്ടുകളാവട്ടെ, എന്തിനും ഏതിനും മരുന്നാണ്
ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നാം ചെയ്യുന്ന ഓരോ സ്വലാത്തുകൾക്കും സ്വലാത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞാലും ചെയ്യാത്ത അത്ര മഹത്വങ്ങളാണ് സ്വലാത്തിനുള്ളത്. മാത്രമല്ല സ്വലാത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എങ്ങനെ ചെയ്താലും നമുക്ക് കൂലി കിട്ടും. അതിന് പ്രത്യേക തടസ്സങ്ങളൊന്നുമില്ല. നിസ്കാരശേഷം ചെല്ലാം, യാത്ര ചെയ്യുമ്പോൾ ചെല്ലാം, ജോലി ചെയ്യുമ്പോഴും ചെല്ലാം. ഇനിയോ അശുദ്ധിയുള്ള സമയത്ത് പോലും സ്വലാത്ത് ചൊല്ലുന്നതിന് വിരോധമില്ല. നമുക്കറിയാം, ഒരു വലിയ അശുദ്ധിക്കാരനായി കഴിഞ്ഞാൽ കുളി നിർബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം നമുക്കുണ്ടായി കഴിഞ്ഞാൽ ഖുർആൻ ഓതാൻ പറ്റൂല. സ്ത്രീകളാണെങ്കിൽ നിസ്കരിക്കാൻ ഹൈദോ നിഫാസൊക്കെയുള്ള സമയത്ത് നിസ്കാരമില്ല, ഖുർആൻ പാരായണമില്ല. എന്നാൽ അവർക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒന്ന് സ്വലാത്ത് എപ്പോഴും ചെല്ലാം. വുളൂ പോലും നിർബന്ധമില്ല. മറ്റുള്ള ദിക്റുകൾക്ക് വുളൂ വേണമെന്നല്ല, മറിച്ച് സ്വലാത്തിന് വെറുതെ ചെല്ലാം, തമാശക്ക് ചെല്ലാം, ഇനി ആളാവാൻ വേണ്ടി ചെല്ലാം. ജനങ്ങൾക്കുള്ളിൽ സമൂഹത്തിൽ ഉന്നതമായ നിലയിൽ അവൻ വലിയ ഒരു സ്വലാത്തുകാരനാണെന്ന് ചിന്തയോട് കൂടിയും ചെല്ലാം. എങ്ങനെ ചെയ്താലും കൂലി കിട്ടുന്ന ഒരു ഇബാദത്തുണ്ടെങ്കിൽ അത് സ്വലാത്ത് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഈ ആയത്തറിയാത്തവരില്ല. ഈ ഇരിക്കുന്ന പിഞ്ചോമന മക്കൾക്ക് പോലും ഈ ആയത്ത് സുപരിചിതമാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. തീർച്ചയായും അല്ലാഹു നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. മലക്കുകളും അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ. നമ്മൾ വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ. അയ്യുഹ എന്നുള്ള പ്രയോഗം കൂട്ടി വിളിക്കുന്ന സ്നേഹത്തോടു കൂടി വിളിക്കുന്നവരെയാണ്. നമ്മുടെ ദേശത്തോടു കൂടി വിളിക്കുമ്പോഴും അതുപോലെ തന്നെ സ്നേഹത്തോടു കൂടി വിളിക്കുമ്പോഴും നമ്മുടെ കുട്ടിയെ നമ്മൾ വിളിക്കാണ് മോനെ എന്ന് വിളിക്കുന്നതും എടാ മോനെ എന്ന് വിളിക്കുന്ന രണ്ട് വ്യത്യാസമുണ്ടല്ലോ. എന്നതുപോലെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. നിങ്ങളും ഹബീബായ മുത്തുനബിയുടെ മേലിൽ സലാത്തിനെയും സലാമിനെയും വർദ്ധിപ്പിച്ചു കൊള്ളണേ എന്ന് പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. അത് മുറുകെ പിടിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. നമ്മൾ ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും അല്ലാഹ് സ്വലാത്ത് ചൊല്ലുന്നതും നമ്മൾ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അസ്സലാത്തു മിനല്ലാഹി റഹ്മാ. അല്ലാഹു എന്നുള്ള സ്വലാത്ത് എന്ന് പറയുന്നത് അത് റഹ്മത്തുപ്പെടുത്തിക്കൊണ്ടാണ്. എന്നാലോ നമ്മുടെ സ്വലാത്ത് എന്നുള്ളത് പ്രാർത്ഥനയാണ്. നബിയുടെ മേലിൽ ഗുണവും രക്ഷയും അല്ലാഹു ഗുണം നൽകിയ ആളാണ് നബി, അല്ലാഹു രക്ഷ നൽകിയതായ ആളാണ് നബി. ഇനി നമ്മുടെ ഒരു സ്വലാത്തിന്റെ ആവശ്യം അവിടെയില്ല. മറിച്ചോ ആ ഹബീബിനോടുള്ള പ്രിയം നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാവാൻ നാളെ മഹ്ശറ പൻസഭയില് സഹീല് കൊടുംചൂടില് വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നതായ സമയത്ത് എല്ലാ പ്രവാചകന്മാരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തെ കാക്കാൻ വേണ്ടി തൊട്ടോടെ പോകുമ്പോ ഉമ്മച്ചി ഉമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സമുദായമാണ് എന്റെ സമുദായം എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ മുത്തുനബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബിക്ക് മാത്രം നൽകിയതാണ് ശഫാഅത്തുൽ ഉലമാ എന്ന് പറയുന്ന ശഫാഅത്ത്. നബിയുടെ ആ ശഫാഅത്തില്ലാതെ അവിടെ ഹിസാബ് നടക്കൂല, അവിടെ വിചാരണ നടക്കൂല. അത് നബിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ നബിയോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലേ ആ നബിയോട് നമുക്ക് അത് ആവശ്യപ്പെടാൻ നമുക്ക് സാധ്യമാകൂ. ആ നബിക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെങ്കിലേ അത് നമുക്ക് നൽകാൻ ഹബീബായ മുത്തുനബിക്ക് സാധ്യമാകൂ. 50 വർഷക്കാലം ഹബീബായ മുത്തുനബി ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കും. ദുനിയാവിൽ ഒരു വർഷം ഒരു ദിവസം എന്ന് പറയുന്നത്, ആഖിറത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിൽ 1000 വർഷങ്ങൾക്ക് തുല്യമാണ്. അങ്ങനെയുള്ള 50 വർഷക്കാലം നമുക്ക് വേണ്ടി സുജൂദിൽ കിടന്നിട്ടാണ് ഹബീബ്
ഹബീബായ മുത്തുനബിയുടെ യാ മുഹമ്മദ് ഇർഫഅ റസഖ, മുഹമ്മദ് നബിയെ അങ്ങയുടെ ശിരസ്സൊന്ന് ഉയർത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശഫാഅത്ത് നൽകുന്നത് ആ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ അവിടുത്തെ ഉമ്മത്ത് എന്നുള്ള നിലക്ക് നമ്മുടെ ബാധ്യതയാണ്. അത് സ്വലാത്തിന്റെ മജ്‌ലിസ് എവിടെ കണ്ടാലും അവിടേക്ക് ഓടിയത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് നമുക്ക് നേട്ടമേയുള്ളൂ, ഒരു കോട്ടവുമില്ല. മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന് ധാരാളം ഗുണങ്ങളുണ്ട്. എത്രത്തോളം ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അവിടുന്ന് പഠിപ്പിച്ചല്ലോ, മൻ സ്വല്ലാ അലാ അലയ്യ വാഹിദ, ആരെങ്കിലും എന്നെ മേൽ ഒറ്റ സ്വലാത്ത് കുറേ വേണ്ട, ഒറ്റ സ്വലാത്താണ് ചൊല്ലിയത്, ആത്മാർത്ഥമായിട്ടാണ് ചൊല്ലിയത്, കൂലി കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചൊല്ലിയത്, എൻ്റെ ഹബീബിന്റെ ശഫാഅത്ത് എനിക്ക് വേണം ഉദ്ദേശത്തോടു കൂടിയാണ് ചൊല്ലിയത്, എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് നാളെ സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് നാളെ ഹബീബിന് രണ്ട് ഹൗദുകളുണ്ട്. രണ്ട് ഹൗദുകളാണ് ഹബീബായ മുത്തുനബിക്കുള്ളത്. ഒന്ന് മഹ്ശറിലുണ്ട്, ഒന്ന് സ്വർഗ്ഗത്തിലുമുണ്ട്. ആ ഹൗദിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങണമെന്ന സദുദ്ദേശത്തോടു കൂടി, അവിടുത്തെ ശഫാഅത്തിൽ ഇടം ലഭ്യമാവണമെന്ന ഉദ്ദേശത്തോടു കൂടി, അവിടുത്തെ തൃക്കല്യാണത്തിൽ എനിക്കും പങ്കാളിയാവണമെന്ന സദുദ്ദേശത്തോടു കൂടി ഒരു സ്വലാത്തെങ്ങാനും ആത്മാർത്ഥമായിട്ട് ഒരാൾ ചൊല്ലിയാൽ ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്, സല്ലല്ലാഹു അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന എന്ന് വെച്ചാൽ അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മഹത്വപ്പെടുത്തലാണ്, അല്ലാഹുവിന്റെ റഹ്മത്ത് നൽകലാണ്, അല്ലാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭ്യമായി കൊണ്ടേയിരിക്കുമെന്ന ഒറ്റ സ്വലാത്ത് മതി. മൻ സ്വല്ലാ അലയ്യ മിൻ ഉമ്മത്തി സ്വലാത്തൻ, ഒരു സ്വലാത്ത് എൻ്റെ പേരിൽ ആരെങ്കിലും ചൊല്ലിയാൽ, എങ്ങനെ സ്വലാത്ത് മുഖ്ലിസൻ മിൻ ഖൽബിഹി, ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായിട്ടാണ് ചൊല്ലിയതെങ്കിൽ, അശറ സ്വലവാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേലിൽ 10 നന്മകൾ രേഖപ്പെടുത്തും. അതാണ് റഹ്മത്ത്, കാരുണ്യം എന്ന് പറയുന്നത്. മാത്രമല്ല വറഫഅ ബിഹാ അശറ ദറജാത്ത്, അവനക്ക് 10 ഉന്നതമായ പദവികൾ അല്ലാഹു നൽകും. അത് ചിലപ്പോൾ ദുനിയാവിലാവാം, അതല്ലെങ്കിൽ ആഖിറത്തിലാവാം. ഉന്നതമായ സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകുമെന്നാണ്. നിർത്തിയില്ല, വഖതബ ലഹു ബിഹാ അശറ ഹസനാത്ത്, അവന്റെ മീസാൻ, അവന്റെ നന്മകൾ എഴുതുന്ന ഭാഗത്ത് 10 നന്മകൾ അല്ലാഹു രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യും. നിർത്തിയില്ല, വമഅഅൻഹു അശറ സയ്യിആത്ത്, അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ വലുതോ ചെറുതോ ആയ എന്ത് തരം പാപങ്ങളാവട്ടെ, അവൻ ചെയ്തു പോയ 10 തിന്മകളെ അല്ലാഹു മായ്ച്ചു കളയുകയും ചെയ്യും. ഒറ്റ സ്വലാത്ത്, ആത്മാർത്ഥമായിട്ട് ഒറ്റ സ്വലാത്ത് ചെല്ലുമ്പോ, ഹബീബിന്റെ പേര് നമ്മളൊരു സ്വലാത്ത് ചെല്ലുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് നൽകുന്ന ഓഫറാണ്. 10 നന്മകൾ നമ്മുടെ പേരിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്, 10 പദവികൾ നൽകുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അറിഞ്ഞ് ചെയ്ത് അറിയാതെ ചെയ്ത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് 10 അല്ലാഹു മായ്ച്ചങ്ങട്ട് കളയും. അതോടൊപ്പം തന്നെ നമ്മുടെ ഹസനാത്തിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും അതൊക്കെ നമ്മുടെ രണ്ട് മലക്കുകൾ അപ്പുറത്തും ഇപ്പുറത്തും വരുന്നതുകൊണ്ട് നമ്മുടെ നന്മകൾ വലത് ഭാഗത്തേക്ക് വെക്കുന്നു, തിന്മകൾ ഏത് ഭാഗത്തേക്ക് വെക്കുന്നു. ആ കൂട്ടത്തിൽ 10 നന്മകൾ നമുക്ക് വേണ്ടി നമ്മുടെ മീസാന് വേണ്ടി രേഖപ്പെടുത്തുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും പറയാത്ത തങ്ങളുടെ പേരിൽ ഒരൊറ്റ സലാത്ത് കിട്ടുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് നമ്മൾ ആരും വെറും കേവലം നമ്മുടെ മഹല്ല് കമ്മിറ്റി നമുക്ക് വേണ്ടി ഒരു മാസത്തിൽ ഒരു ദിവസം ഒരു സലാത്ത് തിരിച്ചില്ലേ, ആ ഒരു മജ്‌ലിസിന് മാത്രം വന്നുകൊണ്ട് സലാത്ത് ചൊല്ലുന്നവരായിട്ട് നമ്മൾ മാറരുത്. നമുക്ക് എപ്പോൾ സമയം കിട്ടിയാലും ആ സമയത്ത് ഒത്തൊക്കെയും നമ്മളൊക്കെയും ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവസാനത്തെ സലാത്ത് കൊണ്ടാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം സ്വലാത്ത് ചൊല്ലൽ പ്രത്യേക സുന്നത്തൊന്നുമില്ല. നമ്മൾ എവിടെയെങ്കിലും കണ്ട നിസ്കാരത്തിന് ശേഷം ഒരു 3 സ്വലാത്ത് സുന്നത്താണ് എന്നത്. സ്വലാത്ത് എപ്പോഴും ചെല്ലാം.
നിസ്കാരത്തിന് ശേഷം ചെല്ല, രാത്രി ഒഴിയുമ്പോഴും ചെല്ല, ഞാൻ പാടത്ത് കടക്കുമ്പോഴും ചെല്ല. പ്രത്യേകിച്ച് നമുക്ക് മെയ് 1 തൊഴിലാളി ദിനമാണ്. നമുക്ക് ഹബീബായ മുത്തൻ പഠിപ്പിച്ചത് എന്താ? വിയർപ്പ് പറ്റുന്നതിന് മുമ്പേ തന്റെ തൊഴിലാളിക്ക് വേതനം നൽകുന്ന പഠിപ്പിച്ച ഹബീബായ റസൂലുള്ളാഹി. ആ നബിയേക്കാൾ ഇത്രയും വലിയ ഒരു തൊഴിലാളി സംരക്ഷകൻ വേറെ ആരാണുള്ളത്? ആ ഹബീബിന് വേണ്ടി സ്വലാത്ത് ചെല്ലാൻ നമ്മളൊക്കെ സമയം കണ്ടെത്തണം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച രാവാണ് ഹബീബിന് വേണ്ടി സ്വലാത്തിനെ പ്രകടമാക്കുന്ന ദിവസമാണ്. കഴിവിന്റെ പരമാവധി സ്വലാത്തുമായി തിന്യമാവാൻ നമ്മളൊക്കെ സന്നദ്ധരാവണം. മാസാമാസം തോറും നമ്മുടെ പള്ളിയിൽ സ്വലാത്ത് മജ്‌ലിസുണ്ടാകുമ്പോൾ മറ്റ് എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ ഹബീബിന്റെ പേരിൽ നടത്തപ്പെടുന്ന സ്വലാത്ത്